വചനസാരം വചനസാരം. കയ്യിൽ കത്തി നിൽക്കുന്ന മെഴുകുതിരി നാളം അണഞ്ഞു പോകാൻ പുറമേ നിന്നുള്ള ശക്തമായ കാറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ തന്നെ നിശ്വാസമൊന്ന് ശക്തിയോടെ ആയാൽ കയ്യിലെ മെഴുകുതിരി നാളം അണഞ്ഞു പോകും. പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമാണ്. വളരെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ട ഒന്നാണ് നമ്മുടെ വിശ്വാസം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആ നൈർമല്യത, വിശുദ്ധി എന്നൊക്കെ പറയുന്നത്. അത് നഷ്ടപ്പെട്ടു പോകാനായിട്ട് ബാഹ്യമായ ഒരുപാട് പ്രതിസന്ധികളോ ദുരിതങ്ങളോ ഒന്നും വേണ്ട. നമ്മുടെയൊക്കെ മനസ്സൊന്ന് താണുപോയാൽ, നമ്മുടെയൊക്കെ മനസ്സിൻ്റെ താളം ഒന്ന് തെറ്റിയാലോ നഷ്ടപ്പെട്ടു പോകാവുന്നതേ ഉള്ളൂ. വിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും ദൈവികമായ പുണ്യങ്ങളിലുള്ള നമ്മുടെ ജീവിതമായാലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ തന്നെ ധാരാളമാണ്. ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് വലിയൊരു പ്രേരണയാകുന്നത്, മാതൃകയാകുന്നത്. സന്തോഷങ്ങളും സങ്കടങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും പരിശുദ്ധ അമ്മ വളരെ കരുതലോടെ അതിനെയൊക്കെ സ്വീകരിച്ചതിൻ്റെയും അതിനോടൊക്കെ പ്രതികരിച്ചതിൻ്റെയും മറ്റൊരു വിശേഷണമാണ് പരിശുദ്ധ അമ്മയെ വിമല ഹൃദയം ഉള്ള വ്യക്തിയായി നമ്മൾ കാണാനായിട്ട് അല്ലെങ്കിൽ വാഴ്ത്താനായിട്ട് ഇടവന്നത്. വിമല ഹൃദയത്തോടെ ആയിരിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചത് അത്രമാത്രം കരുതലോടെ ജീവിച്ചു എന്നുള്ളതാണ്. സങ്കടങ്ങളില്ലാതിരുന്നതല്ല. സുഭാഷിതങ്ങളിൽ പറയുന്നത് പോലെ, ദൈവമേ എനിക്ക് അതിസമ്പന്നത തരരുത്, ഞാൻ അങ്ങയെ വിസ്മരിച്ചേക്കാം. എനിക്ക് ദാരിദ്ര്യം തരരുത്, ഞാൻ അങ്ങയെ നിന്ദിച്ചേക്കാം. സന്തോഷ സന്താപങ്ങളുടെ വേലിയേറ്റ ഇറക്കങ്ങളിലോ താളം തെറ്റാവുന്ന മനസ്സാണ് മനുഷ്യൻ്റേത്. പരിശുദ്ധ അമ്മ ബോധപൂർവം സമർപ്പണ ജീവിതം ജീവിച്ചതുകൊണ്ടാണ് ബോധ്യത്തോടുകൂടെ കരുതലോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനങ്ങളെ മനനം ചെയ്ത് ജീവിച്ചതുകൊണ്ടാണ് ആ വിമല ഹൃദയത്തോടെ, ആ ശാന്തമായ ഹൃദയത്തോടെ ജീവിക്കാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചത്. അനായാസം സാധിക്കുന്ന ഒന്നല്ല. നമുക്ക് ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകാം. അത് നമ്മെ തീർച്ചയായും ശക്തിപ്പെടുത്തും. എങ്ങനെയാണ് ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടതെന്ന്, ഹൃദയത്തിൻ്റെ ആ നൈർമല്യതയും ശാന്തതയും എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതും അമ്മയിൽ നിന്ന് നമുക്ക് പഠിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിനം ആശംസിക്കുന്നു. വചനസാരം വചനസാരം.